ഹലോ, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കറക്റ്റ് ഒരു 11:30 തന്നെ നയനുവിനെ ഉറക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങണമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ അതുപോലൊന്നും നടന്നില്ല. അവൾ ഉറങ്ങിയപ്പോൾ തന്നെ 11:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് കിടുങ്ങാൻ തുടങ്ങി. ഞാൻ അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ മാറിയിരിക്കുകയാണ് കേട്ടോ ചെയ്തത്. തീയുടെ കീഴിൽ അവർ നല്ല പാട്ട് ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പാട്ട് ഡാൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞാനെന്തോ ഇല്ലാത്ത ഇത് ഒഴിഞ്ഞു നിന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ എനിക്ക് ഭാഷ കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ ന്യൂ ഇയർ ആയി. നമ്മളെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് വാരി മുഖത്തൊക്കെ തേക്കുകയാണ് കേട്ടോ. അങ്ങനെ മുഖത്തൊക്കെ തേച്ച് കഴിഞ്ഞ് ബാലൻസ് കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ പിന്നെ കുറച്ച് നേരം ഇരുന്ന് പാട്ട് മത്സരം കളിച്ച് നമ്മൾ പിരിഞ്ഞു. ഇത് നമ്മുടെ വീട്ടിലെ പിറ്റേന്ന് രാവിലെ ഒരു കുഞ്ഞു ന്യൂ ഇയർ സെലിബ്രേഷൻ ഞാനും നൈനൂസും ചേട്ടനും കൂടി നടത്തിയതാണ്. അവർക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. അങ്ങനെ ഒരു പുതുവർഷം ഞങ്ങളൊരു കേക്കൊക്കെ മുറിച്ച് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ടാറ്റാ ബൈ.